ഹലോ everyone, welcome back to Ind. സോ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് വരെയാണ് ഡിസ്കസ് ചെയ്തത്. സോ ഈ പാർട്ടിൽ ഡിഫറൻഷ്യബിലിറ്റിയും ലീനിയറൈസേഷനും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡിഫറൻഷ്യബിലിറ്റി കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു തിയറം ആദ്യം ഡിസ്കസ് ചെയ്യാം. ദ ഇൻഗ്രീഡിയൻറ്റ് തിയറം ഫോർ ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ്. സോ തിയറം ഇത്രയേ ഉള്ളൂ. Suppose that the first partial derivative of f are defined throughout an open region R contain the point x0, y0, and that fx and fy are continuous at x0, y0, then the change delta z is equal to f of x0 plus delta x y0 plus delta y minus f of x0 y0 in the value of f that results from moving from x0 y0 to another point x0 plus delta x y0 plus delta y in R, satisfying an equation of the form delta z is equal to fx into delta x plus fy into delta y plus epsilon 1 into delta x plus epsilon 2 into delta y. സോ ഇത്രയേ ഉള്ളൂ. എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനിൽ ഒരു ആർ എന്ന് പറയുന്ന ഓപ്പൺ റീജിയനിൽ ആ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡിഫൈൻഡ് ആണ്. മാത്രമല്ല ഈ എഫ് എക്സും എഫ് ഐയും എക്സ് നോട്ട് വൈ നോട്ട്, ആറിലുള്ള എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് നോട്ട് വൈ നോട്ടിൽ നിന്നും എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സും വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈയിലേക്കുള്ള ഫംഗ്ഷൻ്റെ ചേഞ്ച് ആണ് ഡെൽറ്റ സെഡ് എന്ന് പറയുന്നത്. ഡെൽറ്റ സെഡ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് വെച്ചാൽ ആ ഒരു രണ്ട് പോയിന്റിൽ നിന്നുള്ള ഫംഗ്ഷൻ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ എക്സ് നോട്ട് വൈ നോട്ടിൽ നിന്നും എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സും വൈ നോട്ട് പ്ലസ് ഡെൽറ്റ എന്നുള്ള പോയിന്റിലേക്ക് ഫംഗ്ഷൻ മൂവ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ ഡെൽറ്റ സെഡ് എന്ന് പറയുന്നത്. ആ ഡെൽറ്റ സെഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു ഇക്വേഷനാണ് ഡെൽറ്റ സെഡ് ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡെൽറ്റ എക്സ് പ്ലസ് എഫ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡെൽറ്റ വൈ പ്ലസ് എപ്സിലോൺ 1 ഡെൽറ്റ എക്സ് പ്ലസ് എപ്സിലോൺ 2 ഡെൽറ്റ വൈ. ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, അതായത് ഡെൽറ്റ സെഡ് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് നമ്മുടെ തിയറം. വേർ എപ്സിലോൺ 1 and epsilon 2 tends to 0 as delta x delta y tends to 0. ഓക്കെ, അതിൻ്റെ ഒരു പ്രൂഫ് നോക്കാം. ഈ ഒരു പ്രൂഫ് വർക്ക് ചെയ്യുന്നത് ടി എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിളാണ്. ആർ എന്ന റീജിയനിലുള്ള ടി എന്ന് പറയുന്ന റെക്റ്റാങ്കിളിലാണ്. ഈ റെക്റ്റാങ്കിളിൽ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആൻഡ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ എന്ന് പറയുന്ന സി എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ആൻഡ് ഈ പോയിന്റിനെ കണക്ട് ചെയ്യുന്ന എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. സോ എയിൽ നിന്ന് സിയിലേക്ക് കണക്ട് ചെയ്യുന്നത് എ ടു ബിയിലോട്ട് പോയിട്ട് ആൻഡ് ബി ടു സി. അങ്ങനെയാണ് എയിൽ നിന്നും സിയിലേക്ക് ഫംഗ്ഷൻ മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ we assume that delta x and delta y are already so small that the line segment joining A to B and the line segment joining B to C lie in the interior of T. So we may think the delta z as a sum. Delta z is equal to delta z1 plus delta z2 of two increments, where delta z1 is equal to f of x0 plus delta x y0 minus f of x0 y0. Delta z2 is equal to f of x0 plus delta x y0 plus delta y minus f of x0 plus delta x y0. സോ നമ്മളിവിടെ ഈ സി എന്നുള്ള പോയിന്റിൽ നിന്നും എ എന്നുള്ള പോയിന്റിലേക്കുള്ള മൂവ് ചെയ്യുന്നതിൻ്റെ ചേഞ്ചിന് ഡെൽറ്റ സെഡിന് നമ്മൾ ഡെൽറ്റ സെഡ് വൺ പ്ലസ് ഡെൽറ്റ സെഡ് ടു എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡെൽറ്റ സെഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ സെഡ് വൺ പ്ലസ് ഡെൽറ്റ സെഡ് ടു എന്നാണ് തിങ്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് ഡെൽറ്റ സെഡ് വൺ എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ചേഞ്ച് ആൻഡ് ഡെൽറ്റ സെഡ് ടു എന്ന് പറയുന്നത് ബിയിൽ നിന്ന് സിയിലേക്കുള്ള ചേഞ്ച്. കാരണം ഇവിടെ എക്സ് നോട്ട് വൈ നോട്ടിൽ നിന്നും എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈയിലേക്ക് ഫംഗ്ഷൻ പോകുന്നത് എ ടു ബി ആൻഡ് ബി ടു സി ആയിട്ടാണ്. അപ്പോൾ എ ടു ബി വരെയുള്ള ചേഞ്ച് അതാണ് ഡെൽറ്റ സെഡ് വൺ ആൻഡ് ബി ടു സി വരെയുള്ള ചേഞ്ച് അതാണ് ഡെൽറ്റ സെഡ് ടു. അങ്ങനെ നമ്മൾ ഡെൽറ്റ സെഡിനെ എഴുതി വെച്ചു. ഓക്കെ,
ദെൻ നമ്മൾ മറ്റൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുക്കുകയാണ്. ഈ ഫംഗ്ഷൻ x0 to x0 പ്ലസ് ഡെൽറ്റ എക്സ് വരെയുള്ള എക്സ് വാല്യൂസിലെ ക്ലോസർ വരുന്ന ക്ലോസർ ഇൻ്റർവെല്ലിൽ ജോയിൻ ചെയ്യുന്ന ക്ലോസർ ഇൻ്റർവെൽ ഒരു ഫംഗ്ഷനാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് x0 എന്നുള്ള ഫംഗ്ഷൻ അത് ഡിഫറൻഷ്യബിൾ ആണ് ആൻഡ് കണ്ടിന്യൂസ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മീൻ വാല്യൂ തിയറം വെച്ചിട്ട് നമ്മളിതിനെ ആദ്യം ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഡെറിവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എക്സ് വെച്ചിട്ടാണ് ഡെറിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡിലും എക്സ് വെച്ചിട്ട് പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യും. എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് എഫ് എക്സ് ഓഫ് എക്സ് വൈ നോട്ട്. ഓക്കെ, ആൻഡ് അങ്ങനെയാണെന്നൊരു നമ്മുടെ മീൻ വാല്യൂ തിയറം വെച്ചിട്ട് ഇവിടെ എന്തുണ്ടാണ്, ഇത് ഡിഫറൻഷ്യലാണ് ആൻഡ് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എക്സ് നോട്ട് ടു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സിൻ്റെ ഇടയിലായിട്ട് ഒരു സി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാകുമ്പോൾ എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് മീൻ വാല്യൂ തിയറം ഇവിടെ എന്ത് വരുന്നുണ്ട്, എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു ഡെൽറ്റ എക്സ്. നമ്മളതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, അതല്ലാന്നിട്ട് നമ്മൾ തിരിച്ച് എഴുതുന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ടിന് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് എഴുതാം. സീക്വൽ ടു ഇവിടെ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുമ്പോൾ എഫ് എക്സ് ഓഫ് സി വൈ നോട്ട് ഇൻറ്റു ഡെൽറ്റ എക്സ്. അപ്പോൾ അതിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ സെഡ് വണ്ണിൻ്റെ ഇക്വേഷൻ ആയിരുന്നു. സോ നമുക്ക് എന്ത് പറയാം, ഡെൽറ്റ സെഡ് വൺ ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഓഫ് സി വൈ നോട്ട് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറയാം. സോ അതൊരു പാർട്ടായിട്ടാണ് വെക്കുക. ദെൻ നമ്മൾ അടുത്തൊരു ഫംഗ്ഷൻ ക്യാപിറ്റൽ ജി ഓഫ് വൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്. ക്യാപിറ്റൽ ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ ആൻഡ് ഇറ്റ്സ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ of y on the closer y interval joining y naught and y naught plus delta y. y നോട്ടിനും y naught plus delta y ജോയിൻ ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് y ഇൻ്റർവെല്ലിൽ ഒരു ഫംഗ്ഷനാണ് ക്യാപിറ്റൽ ജി ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ. ആൻഡ് ഇതിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്യാപിറ്റൽ ജി ഓഫ് വൈ ഡെറിവേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ ജി ഡാഷ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് വൈ ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ എന്ന് കിട്ടും. Hence there is a y value d between y naught and y naught plus delta y. നമ്മുടെ മീൻ വാല്യൂ തിയറം വെച്ചിട്ട് വൈൻ്റെയും y നോട്ടിൻ്റെയും y naught plus delta yൻ്റെ ഇടയിലായിട്ട് d എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് g of y naught plus delta y മൈനസ് g of y naught is equal to g dash of d into delta y. ഓക്കെ, ആൻഡ് ഇത് എന്താണ്, ജി ഓഫ് വൈ നോട്ട് ഡെൽറ്റ വൈ എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷനാണ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് ജി ഓഫ് വൈ നോട്ട് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ ഇറ്റ്സ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് ഡി എന്ന് പറയുന്നത് എഫ് വൈ ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഡി ഇൻറ്റു ഡെൽറ്റ വൈ. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ഡെൽറ്റ സെഡ് ടുവിൻ്റെ ഇക്വേഷനായിരുന്നു. സോ delta z2 is equal to f of x naught plus delta x d into delta y. Okay, so now as delta x and delta y tends to 0, we know that c tends to x naught and d tends to y naught. Therefore, since fx and fy are continuous at x naught y naught, the equalities epsilon 1 is equal to fx minus fx of c y naught minus fx of x naught y naught. Epsilon 2 is equal to fy of x naught plus delta x d minus fy of x naught y naught. Both approach 0 as delta x and delta y tends to 0. So fx ഉം fyയും x naught y naught കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ ഈ ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ സി എക്സ് നോട്ടിലേക്കും ഡി വൈ നോട്ടിലേക്കും അപ്രോച്ച് ചെയ്യും. കാരണം നമുക്കറിയാം ഈ സി എന്ന് പറയുന്നത് ഡെൽറ്റ എക്സിൻ്റെയും എക്സ് നോട്ടിൻ്റെയും എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സിൻ്റെ ഇടയിലുള്ളൊരു വാല്യൂ ആണ്. സോ അവിടെ ഡെൽറ്റ എക്സ് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ
സിക്ക് അവിടെ എന്താ സി എക്സ് നോട്ട് മാത്രമേ ഉള്ളൂ, ബിക്കോസ് അവിടെ കണ്ടിന്യൂസ് ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഡിയുടെ കേസിലും വൈ നോട്ടിൻ്റെ കേസിൽ. ആൻഡ് എപ്സിലോൺ 1 എപ്സിലോൺ 2 എന്ന് പറഞ്ഞ രണ്ട് ക്വാണ്ടിറ്റീസ് എടുക്കുന്നുണ്ട്. എപ്സിലോൺ 1 എന്ന് പറയുന്നത് എഫ് എക്സ് ഓഫ് സി വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ആണ്. ആൻഡ് എപ്സിലോൺ 2 എന്ന് പറയുന്നത് എഫ് വൈ ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഡി മൈനസ് എഫ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ആണ്. ഇതും ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവിടെ എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് മൈനസ് എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ആകും. അത് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യും. എപ്സിലോൺ 2 അതുപോലെ തന്നെ സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യും. സോ എന്താണ്, എപ്സിലോൺ 1 എപ്സിലോൺ എക്സും എപ്സിലോൺ വൈയും സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എപ്സിലോൺ 1 എപ്സിലോൺ 2 എന്ന് പറയുന്ന ഈ രണ്ട് ക്വാണ്ടിറ്റീസും സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു മനസ്സിലായി. സോ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ സെറ്റിനെ നമുക്ക് എന്ത് ചെയ്താണ്ട് ഡെൽറ്റ സെറ്റ് 1 പ്ലസ് ഡെൽറ്റ സെറ്റ് എന്നായിരുന്നു നമ്മൾ എഴുതിയിരുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വാല്യൂസ് ഇട്ട് വെച്ച് നോക്കുമ്പോൾ ഡെൽറ്റ സെറ്റ് 1നെ നമ്മൾ എഫ് എക്സ് ഓഫ് സി വൈ നോട്ട് ഡെൽറ്റ എക്സ് പ്ലസ് എഫ് എക്സ് ഓഫ് എഫ് വൈ ഓഫ് എന്ന് എഴുതി. ആൻഡ് ഡെൽറ്റ സെറ്റ് 2നെ എഫ് വൈ ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ടി ഇൻറ്റു ഡെൽറ്റ വൈ എന്ന് എഴുതി. ആൻഡ് ഇത് നമ്മൾ ഒന്നിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് എപ്സിലോൺ 1 ഡെൽറ്റ എക്സ് പ്ലസ് എഫ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് എപ്സിലോൺ 2 ഇൻറ്റു ഡെൽറ്റ വൈ ഇറ്റ്സ് ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡെൽറ്റ എക്സ് പ്ലസ് എഫ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു ഡെൽറ്റ വൈ പ്ലസ് എപ്സിലോൺ 1 ഡെൽറ്റ എക്സ് പ്ലസ് എപ്സിലോൺ 2 ഡെൽറ്റ വൈ എന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടും. where epsilon 1 and epsilon 2 tends to 0 as delta x and delta y tends 0. സോ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് പ്രൂവ് ചെയ്തു. സോ നെക്സ്റ്റ് ഡിഫറൻഷ്യബിലിറ്റിയുടെ ഡെഫിനേഷൻ നോക്കാം. ഡെഫിനേഷൻ എത്രയേ ഉള്ളൂ, ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇഫ് എഫ് എക്സ് ആൻഡ് എഫ് വൈ എക്സിസ്റ്റ് ആൻഡ് ഇക്വേഷൻ 2 ഹോൾഡ് ഫോർ എഫ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. ഒരു എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റിൽ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ എഫ് എക്സും എഫ് വൈയും എക്സിസ്റ്റ് ചെയ്യണം. ആൻഡ് നമ്മൾ നേരത്തെ പഠിച്ച ഡെൽറ്റ സെറ്റ് ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഇൻ ഡെൽറ്റ എക്സ് പ്ലസ് എഫ് വൈ ഇൻ ഡെൽറ്റ വൈ പ്ലസ് എപ്സിലോൺ 1 ഇൻ ഡെൽറ്റ എക്സ് പ്ലസ് എപ്സിലോൺ 2 ഇൻ ഡെൽറ്റ വൈ എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം. ആൻഡ് ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലാ ഡൊമൈനിലെ എല്ലാ പോയിന്റിലും ഈ പറയുന്ന എല്ലാ പോയിന്റിലും എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്തൊരു കൊറോളറി ആണ്. ഒരു ഇഫ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് എക്സ് ആൻഡ് എഫ് വൈ ഓഫ് എ ഫംഗ്ഷൻ f are continuous throughout an open region R, then f is differentiable at every point of R. ഒരു ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എഫ് എക്സും എഫ് വൈയും ഒരു ഓപ്പൺ റീജിയൻ ത്രൂഔട്ട് ഒരു ഓപ്പൺ റീജിയനിൽ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്പൺ റീജിയനിൽ എഫ് ഡിഫറൻഷ്യബിൾ ആയിരിക്കും എന്നുള്ളതാണ് കൊറോളറി പറയുന്നത്. ആൻഡ് മറ്റൊരു കാര്യം നോക്കുക, നമ്മുടെ ഡെൽറ്റ സെഡിനകത്ത് ഡെൽറ്റ സെഡിനെ എഫ് ഓഫ് എക്സ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് റീപ്ലേസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇസ് ഈക്വൽ ടു ഈക്വേഷനിലാണ്. അപ്പോൾ അതിൽ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ടിനെ റൈറ്റ് സൈഡിലേക്ക് ചേഞ്ച് ചെയ്യുക. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് എഫ് എക്സ് ഇൻ ഡെൽറ്റ എക്സ് പ്ലസ് എഫ് വൈ ഇൻ ഡെൽറ്റ വൈ പ്ലസ് എപ്സിലോൺ 1 ഡെൽറ്റ എക്സ് പ്ലസ് എപ്സിലോൺ 2 ഇൻ ഡെൽറ്റ വൈ. സോ ഇതിനകത്ത് ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് മാത്രമാകും. സോ that means a function f of xy is continuous at every point when it is differentiable. നമ്മൾ ഡിഫറൻഷ്യബിൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഡിഫറൻഷ്യബിൾ ആവുകയാണെങ്കിൽ മാത്രമേ ഇവിടെ എപ്സിലോൺ 1ഉം എപ്സിലോൺ 2 ഒക്കെ സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യത്തുള്ളൂ, ഡെൽറ്റ എക്സും ഡെൽറ്റ വൈ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ തന്നെയായിരിക്കും കണ്ടിന്യൂസും ആയിരിക്കും. ആ ഒരു പോയിന്റ് കൂടി ഓർത്ത് വെക്കുക. അടുത്തത് ലീനിയറൈസേഷൻ ആണ്. സോ ലീനിയറൈസേഷൻ എന്ന് പറയുന്നത് ദ ലീനിയറൈസേഷൻ ഓഫ് എ ഫംഗ്ഷൻ എഫ് അറ്റ് എ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് വെർ എഫ് ഇസ് ഡിഫറൻഷ്യബിൾ ഇസ് ദ ഫംഗ്ഷൻ എൽ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ്
എഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എക്സ് വൈ ഇൻറ്റു എഫ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട്. ലീനിയറൈസേഷൻ എന്ന് പറയുന്നത് ഒരു എൽ ഓഫ് എക്സ് വൈ is equal to എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് എഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഇൻറ്റു എക്സ് നോട്ട് വൈ മൈനസ് വൈ നോട്ട് എന്നുള്ളതാണ് ലീനിയറൈസേഷൻ. അല്ലെങ്കിൽ ഒരു എൽ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്, അതിൻ്റെ എൽ ഓഫ് എക്സ് ചെയ്യുന്നത് എഫ് ഓഫ് എക്സിനോട് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും. അതിനെയാണ് സ്റ്റാൻഡേർഡ് ലീനിയർ അപ്രോക്സിമേഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുക. ഫൈൻഡ് ദ ലീനിയറൈസേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് വൈ is equal to എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് ഹാഫ് വൈ സ്ക്വയർ പ്ലസ് 3 അറ്റ് ദ പോയിന്റ് 3, 2. സോ എൽ ഓഫ് എക്സ് വൈ ലീനിയറൈസേഷൻ കാണാനാണ് പറയുന്നത്. അതിൻ്റെ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ എഫ് വേണം, എഫ് എക്സ് വേണം, എഫ് വൈ വേണം. അത് മൂന്നും ആദ്യം കണ്ടുപിടിക്കുക അറ്റ് 3, 2 എന്ന പോയിന്റിൽ. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് 3, 2 വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. ആൻഡ് എഫ് എക്സിൽ ഇടുമ്പോൾ ഇവിടെ ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വരുന്നത് എഫ് എക്സ് ആകുമ്പോൾ ഡെൽറ്റ എക്സ് മൈനസ് ആൻഡ് വൈ, ഇവിടെ രണ്ടിടത്തും 0 ആയിട്ട് പോകും. 2x മൈനസ് വൈ അറ്റ് 3.2 എന്നൊരു പോയിന്റ് ഇടുമ്പോൾ 4 എന്ന് കിട്ടും. ആൻഡ് എഫ് വൈ എന്ന് പറയുന്നത് ഇവിടെ 0 ആയിട്ട് പോകും. ഇവിടെ മൈനസ് എക്സ് പ്ലസ് ഇവിടെ ഹാഫ് ഇൻറ്റു 2y സ്ക്വയർ, ദാറ്റ് മീൻസ് വൈ സ്ക്വയർ ഇവിടെ 0 ആയിട്ട് പോയി. അപ്പോൾ മൈനസ് എക്സ് പ്ലസ് വൈ അറ്റ് 3.2 -1 എന്ന് കിട്ടും. ആൻഡ് അത് നമ്മുടെ എൽ ഓഫ് എക്സ് വൈയുടെ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 8 പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ 4 ഇൻറ്റു എക്സ് മൈനസ് 3 പ്ലസ് -1 ഇൻറ്റു വൈ മൈനസ് 2 ഇസ് ഈക്വൽ ടു, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4x മൈനസ് വൈ മൈനസ് 2 എന്ന് കിട്ടും. അതാണ് ആ ഫംഗ്ഷൻ്റെ ലീനിയറൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ദ എറർ ഇൻ ദ സ്റ്റാൻഡേർഡ് ലീനിയർ അപ്രോക്സിമേഷൻ. നമ്മൾ പറഞ്ഞു ലീനിയറൈസേഷൻ എന്ന് പറയുന്നത് എഫിൻ്റെ ഒരു അപ്രോക്സിമേറ്റഡ് വാല്യൂ ആണ്. ആൻഡ് ഇത് അപ്പോൾ അതിനകത്തൊരു എറർ എന്തായാലും വരുമല്ലോ, ആ എററിനെ കുറിച്ചാണ് പറയുന്നത്. സോ എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൽ കണ്ടിന്യൂസ് ആണ് ത്രൂ ഔട്ട് ഒരു ഓപ്പൺ സെറ്റ്. അതായത് ആ എക്സ് നോട്ട് വൈ നോട്ട് സെൻറ്റർ ആയിട്ടുള്ള ആർ എന്ന് പറയുന്ന റെക്റ്റാങ്കിളിൽ ഒരു ഓപ്പൺ സെറ്റിൽ ത്രൂ ഔട്ട് ആയിക്കൊണ്ട് എഫിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആണ്. ആൻഡ് എം എന്ന് പറയുന്നത് ഈ പറയുന്ന സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും? എഫ് എക്സ് എസ് വരാം, എഫ് വൈ വൈ വരാം, ആൻഡ് എഫ് എക്സ് വൈ വരാം. അതിനകത്ത് അപ്പോൾ അങ്ങനെ മോഡ് ഇതിനകത്ത് ഏതിൻ്റെ ഒന്നിൻ്റെ മോഡുലസിൻ്റെ ഏറ്റവും അപ്പർ ബൗണ്ടായിട്ടുള്ള വാല്യൂ, അതാണ് ഏതെങ്കിലും ഒരു അപ്പർ ബൗണ്ടായിട്ടുള്ള വാല്യൂ ആണ് എം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇ ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന എറർ ഒരു ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. ആ ഒരു ഇനീക്വാളിറ്റിയാണ് മോഡ് ഇ ഓഫ് എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ഇൻറ്റു എം ഇൻറ്റു മോഡ് എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് മോഡ് വൈ മൈനസ് വൈ നോട്ട് ഇൻറ്റു ഹോൾ സ്ക്വയർ. അതിനകത്ത് ഇ ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് എറർ എന്ന് പറയുന്നത്. ആൻഡ് എം എന്ന് പറയുന്നത് എന്തായിരുന്നു? സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ഏതെങ്കിലും ഒരു മോഡുലസ് ആയിട്ടുള്ള ഏതെങ്കിലും അപ്പർ ബൗണ്ട് വാല്യൂ. ആൻഡ് എക്സ് നോട്ടും വൈ നോട്ടും എന്ന് പറയുന്നത് ഈ പറയുന്ന ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു എക്സാമ്പിളിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ലീനിയറൈസേഷൻ 4x മൈനസ് വൈ മൈനസ് 2. So find the upper bound for the error in the approximation f of xy equivalent to L of xy over the rectangle R such that mod x minus 3 less than or equal to 1, mod y minus 2 less than or equal to 1. Express the upper bound as the percentage of f of 3 to the value of f at the center of the rectangle. സോ ഈ ഒരു ആറിനകത്ത് വരുന്ന എററിൻ്റെ അപ്പർ ബൗണ്ട് കണ്ടെത്താൻ, അല്ലെങ്കിൽ എം കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആൻഡ് സോ അതിന് നമ്മൾ
ഇവിടെ ഒരു ഒരു ഇനീക്വാളിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. ഇ ഓഫ് എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ഇൻറ്റു എം ഇൻറ്റു മോഡ് എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് മോഡ് വൈ നോട്ട് മൈ നോട്ട് ഹോൾ സ്ക്വയർ എന്നുള്ള ഇനീക്വാളിറ്റിയിലാണ് നമ്മൾ എമ്മിൻ്റെ വാല്യൂ നമുക്ക് കാണാനുള്ളത് അല്ലേ. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്താ നമ്മൾ പറഞ്ഞത്? എനി ഓഫ് ദ അപ്പർ ബൗണ്ട് ഓഫ് മോഡ് എഫ് എക്സ് എസ് മോഡ് എഫ് വൈ എക്സ് വൈ ആൻഡ് മോഡ് എഫ് വൈ വൈ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടെത്തിയാൽ മതി? ഈ പറയുന്ന സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ അപ്പർ ബൗണ്ട് കണ്ടെത്തിയാൽ മതി. സോ എഫ് എക്സ് എന്തായാലും നമ്മൾ നേരത്തെ കണ്ടത് -2x പ്ലസ് വൈ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സിൽ വീണ്ടും പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ വാല്യൂ ഇട്ട് 2 ആയിരിക്കും. അതുപോലെ തന്നെ എഫ് വൈ വൈയും സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് 1 ആണ്. ആൻഡ് എക്സ് വൈ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ ഇവിടെ മോഡ് ഇടുമ്പോൾ 1 കിട്ടി. അപ്പോൾ ഇത്രയും വാല്യൂസാണ്, അതായത് ഈ മൂന്ന് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ മോഡ് എഫ് എക്സ് എസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പർ ബൗണ്ട് മോഡ് 2 ഇസ് ഈക്വൽ ടു എഫ് എക്സ് വൈൻ്റെ അപ്പർ ബൗണ്ട് 1, എഫ് വൈൻ്റെ അപ്പർ ബൗണ്ട് 1. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള വാല്യൂ എന്നത് 2 ആണ്. അപ്പോൾ 2 എടുത്തിട്ട് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള എമ്മിൻ്റെ വാല്യൂ ആയിട്ട് 2 എടുക്കാം. അപ്പോൾ എം ഇസ് ഈക്വൽ ടു 2 അപ്പർ ബൗണ്ട് 2 എന്നെടുക്കാം. അല്ലാതെ എത്ര കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മുടെ ഇനീക്വാളിറ്റിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട്. സോ ഇനീക്വാളിറ്റി എന്താണ്? ഇ ഓഫ് എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് വൈ മൈനസ് വൈ നോട്ട് ഹോൾ സ്ക്വയർ. ഇതിനകത്ത് എം കിട്ടി 2 ആണ്. ആൻഡ് എക്സ് നോട്ട് വൈ നോട്ട് നമുക്ക് നമ്മുടെ നേരത്തുള്ള പോയിൻ്റ് ആയിട്ട് 3 × 2 എടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഇ ഓഫ് എക്സ് വൈ ലെസ് ദാൻ 1/2 ഇൻറ്റു 2 ഇൻറ്റു എക്സ് മൈനസ് 3 പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ. ഇവിടെ 1 കിട്ടും. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് 3 പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ. സോ നമ്മുടെ നേരത്തെ ആറിൻ്റെ റീജിയൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഡ് എക്സ് മൈനസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ആൻഡ് മോഡ് വൈ മൈനസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.1 ആണ്. രണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.1 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് എന്താണ് ഇവിടെ എക്സ് മൈനസ് 3ക്കും വൈ മൈനസ് 2നും 0.1 വെച്ചിട്ട് റീപ്ലേസ് ചെയ്തുകൂടെ? അപ്പോൾ എന്താണ് മോഡ് ഇ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.1 പ്ലസ് 0.1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0.04 എന്ന് കിട്ടും. ഒന്ന് കിട്ടി. എറർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.04 ആണ്. അത് നമ്മുടെ ഒറിജിനൽ വാല്യൂവിൻ്റെ എഫ് വാല്യൂവിൻ്റെ എത്ര പെർസെൻറ്റേജിന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 0.5% എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് പറയാം? ദ അപ്രോക്സിമേഷൻ വിൽ ബി ഇൻ എറർ ബൈ നോ മോർ ദൻ 0.04. 0.04നേക്കാൾ വലിയ എറർ എന്താ ഇതിൽ വരാൻ പോകുന്നില്ല. ആൻഡ് എറർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.04 ആണ്. ആൻഡ് ഇത് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ വാല്യൂവിൻ്റെ 0.5% വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രഡിക്റ്റിംഗ് ചേഞ്ചസ് വിത്ത് ഡിഫറൻഷ്യൽസ് ആണ്. ഇഫ് വി മൂവ് ഫ്രം x0 y0 to a point x0 plus dx plus y0 plus dy nearby, the resulting differential in f is df is equal to fx dx plus fy dy. This change in the linearization of f is called dotted differential of f. നമ്മളൊരു x0 നിന്ന് y0 നിന്നും മറ്റൊരു y0 x0 plus dx plus y0 plus dy മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്, അതായത് എഫിലുണ്ടാകുന്ന ഡിഫറൻഷ്യൽ, അതായത് ഡി എഫ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് എഫ് വൈ ഇൻറ്റു ഡി വൈ ആണ്. ആൻഡ് ഈ എഫിൻ്റെ ലീനിയറൈസേഷൻ ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് എഫ് എന്ന് പറയുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ നോക്കുക. സെൻസിറ്റിവിറ്റി ടു ചേഞ്ച്. ഒരു ടാങ്കിൻ്റെ കേസിലാണ് എടുക്കുന്നത്. ഒരു ടാങ്കിൻ്റെ സ്റ്റോറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 25 ഫീറ്റും റേഡിയസ് എന്ന് പറയുന്നത് 5 ഫീറ്റും ആണ്. സോ ഹൗ സെൻസിറ്റീവ്സ് ആർ ദ ടാങ്ക്സ് വോളിയംസ് ടു സ്മോൾ വേരിയേഷൻ ഇൻ ഹൈറ്റ് ആൻഡ് റേഡിയൻസ്. ഈ ഹൈറ്റും റേഡിയൻസിനും ചെറിയ വേരിയേഷൻ ഉണ്ടാകുന്നതിനനുസരിച്ച് എത്രത്തോളം ടാങ്കിൻ്റെ വോളിയത്തിൽ ചേഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഒരു സിലിണ്ടർ ആയിട്ടുള്ള ടാങ്കാണ്. ആ ടാങ്കിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം πr² h ആണ്. r എന്ന് പറയുന്ന റേഡിയസും h എന്ന് പറയുന്ന ഹൈറ്റും വെച്ചിട്ട് πr² h ആണ് ഒരു ടാങ്കിൻ്റെ വോളിയം എന്ന് പറയുന്നത്. സോ v is equal to πr². ആൻഡ് നമുക്ക് അറിയേണ്ടത്
ഈ ആറും എച്ചും ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഹൈറ്റും റേഡിയസും ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എത്രത്തോളം വോളിയം ചേഞ്ച് ആവാന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇവിടെ എന്താണ് ആറും എച്ചും ചേഞ്ച് ചെയ്യണത് എക്സ് വേരിയബിളും വൈ വേരിയബിളും അല്ലെങ്കിൽ ആർ എന്ന് പറയുന്ന വേരിയബിളും എച്ച് എന്ന് പറയുന്ന വേരിയബിളും ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ അവിടെ വോളിയത്തിൽ ഉണ്ടാകുന്ന ചെയ്ത് അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ ഉണ്ടാകുന്ന ചേഞ്ചിൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ ഡിഫറൻഷ്യൽ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ പറഞ്ഞു ഡി എഫ് ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് എഫ് എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് എഫ് വൈ ഇൻറ്റു ഡി വൈ. അപ്പോൾ ഇവിടെ ഡി വി ഇസ് ഈക്വൽ ടു വി ആർ ഇൻറ്റു ഡി ആർ പ്ലസ് വി എച്ച് ഇൻറ്റു ഡി എച്ച്. സോ വി ആർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പൈ ആർ സ്ക്വയർ എച്ച് ആകുമ്പോൾ ഇവിടെ വി ആർ വിത്ത് റെസ്പെക്ട് ടു ആറിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2RH കിട്ടും. 2RH ഇൻറ്റു ഡി ആർ പ്ലസ് എച്ച് എന്ത് വരും? പൈ ആർ സ്ക്വയർ വരും. പൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി എച്ച്. അങ്ങനെ ഇതിനകത്ത് നമ്മുടെ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. അതായത് ആറിൻ്റെ എച്ചിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 215 പൈ ഡി ആർ പ്ലസ് 25 പൈ ഡി എച്ച് എക്സ് നോട്ടും വൈ നോട്ടും ഇട്ട് കൊടുത്തപ്പോൾ അപ്പോൾ ഡി വി കിട്ടി. ഡി വി ഈസ് ഈക്വൽ ടു 215 pi dr plus 25 pi dh. Thus, a 1 unit change in R will be changed V by about 250 pi units. A 1 unit change in H will be changed V by about 25 pi units. The tank's volume is 10 times more sensitive to small change in R than its two small change of equal size in H. സോ ഇവിടെ നമുക്ക് എന്താണ് ഒരു യൂണിറ്റ് ആറ് അതായത് റേഡിയസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് 250 യൂണിറ്റ്സ് വോളിയം ചേഞ്ച് ആകും. ആൻഡ് ഒരു യൂണിറ്റ് എച്ച് അല്ലെങ്കിൽ ഹൈറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് 25 പൈ യൂണിറ്റ്സ് ബി എം ചേഞ്ച് ആകും. സോ ടാങ്കിൻ്റെ വോളിയം എന്ന് പറയുന്നത് 10 ടൈംസ് മോർ സെൻസിറ്റീവ് ടു സ്മോൾ ചേഞ്ച് ഇൻ ആർ. ആറിൽ ചേഞ്ച് ചെയ്യുന്നതിന് എച്ചിൽ വരുന്ന സ്മോൾ ചേഞ്ചിനേക്കാൾ 10 ടൈംസ് മോർ സെൻസിറ്റീവ് ആണ് ആറിൽ വരുന്ന ചേഞ്ച് അല്ലെങ്കിൽ റേഡിയസ് വരുന്ന ചേഞ്ച്. സോ ആസ് എ ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയർ കൺസേൺഡ് വിത്ത് ബീയിങ് ഷുവർ ദ ടാങ്ക്സ് ഹാവ് ദ കറക്റ്റഡ് വോളിയം യു വാണ്ട് ടു പേ സ്പെഷ്യൽ അറ്റൻഷൻ ടു ദെയർ റേഡിയസ് ടു. നമ്മൾ ചേഞ്ച് വരുമ്പോൾ റേഡിയസിലേക്കാണ് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുന്നത് ഇൻ കോൺടാക്ട്സ്. ഇഫ് ദ വാല്യൂ ഓഫ് ആർ ആൻഡ് എച്ച് ആർ റിവൈസ്ഡ് ടു മേക്ക് ആർ ഈക്വൽ 25 ആൻഡ് എച്ച് ഇസ് ഈക്വൽ ടു 5. സോ നമ്മളിവിടെ നമ്മളിതിൻ്റെ വാല്യൂസിന് റിവൈസ് ചെയ്യാൻ നോക്കുകയാണ്. ആറിന് 25 യൂണിറ്റ് ആയിട്ടും 25 ഫീറ്റ് ആയിട്ടും ഹൈറ്റിനെ 5 യൂണിറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിയുടെ ചേഞ്ച് എന്ന് പറയുന്നത് 2 പൈ ആർ എച്ച് അറ്റ് 25 ഫൈ ഡി ആർ പ്ലസ് പൈ ആർ സ്ക്വയർ അറ്റ് 25 ഫൈ ഡി എച്ച് ആയിരിക്കും. അതായത് 215 പൈ ഡി ആർ പ്ലസ് 625 പൈ ഡി എച്ച് ആയിരിക്കും. സോ ഇവിടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് എച്ച് ആണ്. അതായത് ഹൈറ്റിലാണ് കൂടുതൽ സെൻസിറ്റീവ് ആറിനേക്കാളും സെൻസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് വരുന്നത്. സോ the general rule to be learned from this example is that functions are more sensitive to small changes in the variable that generate the largest partial derivatives. ലാർജസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവിലാണ് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്മോൾ ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ദെൻ അബ്സല്യൂട്ട് റിലേറ്റീവ് ആൻഡ് പെർസെൻറ്റേജ് ചേഞ്ച്. സോ ഒരു പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ളൊരു പോയിന്റിൽ നിന്നും എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പോയിന്റ് ചേഞ്ച് ആകുമ്പോൾ ഈ ഫംഗ്ഷൻ ഉണ്ടാകുന്ന ചേഞ്ചിൻ്റെ അബ്സല്യൂട്ട് ചേഞ്ചും റിലേറ്റീവ് ചേഞ്ചും പെർസെൻറ്റേജ് ചേഞ്ചാണ് തന്നിട്ടുള്ളത്. അബ്സല്യൂട്ട് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡി എഫ് ഡെൽറ്റ എഫ്, അതായത് എക്സ്റ്റിമേഷൻ ഡി എഫ്. റിലേറ്റീവ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എഫ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്, അല്ലെങ്കിൽ ഡി എഫ് ഡിവൈഡ് ബൈ എൻ്റെ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഡി എഫ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. ദെൻ പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ എഫ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു 100. അതിൻ്റെ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഡി എഫ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു 100. ഒരു എക്സാമ്പിൾ ചെയ്ത് മനസ്സിലാക്കുക. ഒരു എക്സാമ്പിൾ നോക്കുക. Suppose that the variables r and h changes from the initial values of r naught h naught is equal to 1.15 by the amount of dr is equal to 0.03 and dh is equal to -0.1. Estimate the resulting absolute, relative and percentage change in the
values of the function v is equal to pi r square h. സോ ഒരു ഫംഗ്ഷൻ ഉണ്ട് പൈ ആർ സ്ക്വയർ എച്ച് എന്ന ഫംഗ്ഷൻ. അതിനകത്ത് എച്ച് ചേഞ്ച് ചെയ്യുന്ന ഡി ആർ എന്ന് പറയുന്നത് 0.03യും ആർ ചേഞ്ച് ചെയ്യുന്നത് ആൻഡ് എച്ച് ചേഞ്ച് ചെയ്യുന്ന ഡി എച്ച് എന്ന് പറയുന്നത് -0.1 ആണ്. ആറിൻ്റെ എച്ചിൻ്റെയും ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 1ഉം 5ഉം ആണ്. സോ 1ൽ നിന്നും 5ൽ നിന്നും ഡി ആർ 0.03യും ഡി എച്ച് -0.1ഉം ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അബ്സല്യൂട്ട് റിലേറ്റീവ് പെർസെൻറ്റേജാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഇവിടെ ഡി വി എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇവിടെ അബ്സല്യൂട്ട് പറയുന്നത് ഡി എഫ് അല്ലെങ്കിൽ ഇവിടെ ഡി വി ആണ്. അപ്പോൾ ഡി വി നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച പോലെ കണ്ടുപിടിക്കാം. ഡി വി എന്ന് പറയുന്നത് എന്താണ്? പി ആർ ഇൻറ്റു ഡി ആർ പ്ലസ് ബി എച്ച് ഇൻറ്റു ഡി എച്ച്. സോ ഡി വി ഇസ് ഈക്വൽ ടു ഇവിടെ 2 pi r not h not dr plus pi r not square dh is equal to 2 pi into 1 into 5 into 0.03 plus pi into 1 square into -0.1. ഓക്കെ, അതായത് 2 pi r square hൻ്റെ പാർഷ്യൽ വി ആർ എന്ന് പറയുന്നത് 2 pi r h ആണ്. അതിനകത്ത് 2 pi r h ഡി ആറിൽ നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ അതായത് ആർ നോട്ടിന് എച്ച് നോട്ടിന് 1ഉം 5ഉം ആൻഡ് ഡി ആറിന് 0.03 വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ ഇവിടെ 0.3 പൈ എന്ന് കിട്ടും. പ്ലസ് ഇവിടെ വി എച്ച് എന്ന് പറയുന്നത് പൈ ആർ നോട്ട് സ്ക്വയർ ആണ്. സോ വി എച്ച് ആർ ഡി ആർ എന്ന് ഡി എച്ച് എന്ന് പറയുന്നത് പൈ ആർ നോട്ട് സ്ക്വയർ ഡി എച്ച് സീക്വൽ ടു പൈ ഇൻറ്റു 1 സ്ക്വയർ ഇൻറ്റു -0.1 അതായത് -0.1 പൈ. അപ്പോൾ 0.3 പൈ -0.1 പൈ ഈസ് ഈക്വൽ ടു 0.2 പൈ. അതാണ് അബ്സല്യൂട്ട് ചേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് ഇനി റിലേറ്റീവ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഡി എഫ് ഡിവൈഡഡ് ബൈ എഫ് ആണ്. അപ്പോൾ ഇവിടെ ഡി വി ഡിവൈഡ് ബൈ വി, അതായത് ഡി വി നോട് വി ഓഫ് ആർ നോട്ട് എച്ച് നോട്ട് ഡിവൈഡ് ചെയ്യുക. എന്താണ്? പൈ ഇൻറ്റു 1 സ്ക്വയർ ഇൻറ്റു 5, അതായത് 5 പൈ. അപ്പോൾ 0.2 പൈ ഡിവൈഡ് ബൈ 5 പൈ is equal to 0.04 ആണ് റിലേറ്റീവ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി ഇതിനോട് 100 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് ചേഞ്ചും കിട്ടി. എന്താണ്? 0.04 into 100 ഈക്വൽ ടു 4%. സോ നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് മോർ ദാൻ 2 വേരിയബിൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ലീനിയറൈസേഷൻ്റെ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ് ആണ് നമ്മൾ നേരത്തെ ലീനിയറൈസേഷൻ പറഞ്ഞത്. അതായത് എൽ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് എഫ് എക്സ് ഇൻ എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മോർ ദാൻ 2 വേരിയബിൾസ് വരുമ്പോൾ ഇവിടെ 3 വേരിയബിൾസിൻ്റെ ഒരു കേസാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അറ്റ് പി നോട്ട് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ പി നോട്ട് എന്ന പി നോട്ട് എന്ന് പറഞ്ഞുള്ളൊരു പോയിന്റ്. അപ്പോൾ അതിനകത്ത് ലീനിയറൈസേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ കൂടെ സെഡ് കൂടി, അതായത് എഫ് സെഡ് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് കൂടി വരും. അപ്പോൾ എൽ ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് പി നോട്ട് പ്ലസ് എഫ് എക്സ് ഓഫ് പി നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഓഫ് പി നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് എഫ് സെഡ് ഓഫ് പി നോട്ട് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട്. ആൻഡ് ഇതിൻ്റെ അകത്തെ എററും സെയിം തന്നെയാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ആൻഡ് അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ എഫ് എക്സ് എഫ് വൈ വൈ എഫ് എക്സ് വൈ കൂടാതെ എഫ് സെഡ് സെഡ്സും എഫ് എക്സ് സെഡും എഫ് വൈ സെഡ് കൂടി വരും. അത്രയും സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ മോഡുലസ് വരുന്ന അപ്പർ ബൗണ്ട് എം ആക്കി എടുത്തിട്ട് ഇവിടെ ഇ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് മോഡ് വൈ മൈനസ് വൈ നോട്ട് പ്ലസ് മോഡ് വൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ സ്ക്വയർ. അതായിരിക്കും എററിൻ്റെ ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ ഡിഫറൻഷ്യൻ്റെ കേസ് വരുമ്പോൾ ഇതേപോലെ തന്നെ സെഡിൻ്റെ കേസ് കൂടി വരും. അതായത് ഡി എഫ് സി ഈക്വൽ ടു എഫ് എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് എഫ് വൈ ഇൻറ്റു ഡി വൈ പ്ലസ് എഫ് സെഡ് ഇൻറ്റു ഡി സെഡ് എന്ന് വരും. അതൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഒരു ലീനിയറൈസേഷൻ്റെ
ലീനിയറൈസേഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് 3 സൈൻ സെഡ് അറ്റ് പോയിന്റ് 2 1 0. ആൻഡ് ഇവിടെ റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.01, മോഡ് വൈ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.02, മോഡ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.01. ആ റെക്റ്റാങ്കിൾ വരുന്ന എറർ കൂടി കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണമെങ്കിൽ ഫസ്റ്റ് എഫ് എക്സ് എഫ് വൈ എഫ് സെഡ് കാണണം. അവിടെ കണ്ടെത്തുമ്പോൾ ഇത് കിട്ടും 2ഉം 3ഉം -2ഉം 3ഉം കിട്ടും അല്ലേ. എഫ് ഓഫ് 2 1 0 2 കിട്ടും. എഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 2x മൈനസ് എക്സ്, അത് എന്ത് കിട്ടും? 2 × 2 4 - 1 3 എന്ന് കിട്ടും. എഫ് വൈ എന്ന് പറയുമ്പോൾ ഇവിടെ 0 ആയിട്ട് പോകും. -y ഇവിടെ എക്സ് സ്ക്വയർ 0 ആയിട്ട് പോകും. -xy എന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് -x പ്ലസ് 3 സൈൻ സെഡ്. ഇപ്പോൾ -xൽ 2 1 0 ഇട്ട് -2 എന്ന് കിട്ടും. ആൻഡ് ഇവിടെ ഇത് 2 0 ആയിട്ട് പോകും. 3 സൈൻ സെഡ് അതിൻ്റെ -3 കോസ് സെഡ്, 3 കോസ് സെഡ്. അപ്പോൾ അവിടെ 0 ഇട്ട് കൊടുക്കുമ്പോൾ 3 എന്ന് കിട്ടും. ആൻഡ് ഇതിനകത്ത് നമ്മുടെ വാല്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ എൽ ഓഫ് എക്സ് വൈ കിട്ടും. 2 + 3 × x - 2 പ്ലസ് -2 × y - 1 പ്ലസ് 3 × z - 0. അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ 3x - 2y പ്ലസ് 3z - 2 എന്ന് കിട്ടും. അതാണ് എന്ത് ലീനിയറൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അതിന് എറർ കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനീക്വാളിറ്റി ഉള്ള എം കണ്ടുപിടിക്കണം. എം എന്തായിരുന്നു? സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ അപ്പർ ബൗണ്ട്. അപ്പോൾ ഇവിടെ എഫ് എക്സ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 2x - y ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നുകൂടി എക്സിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 2 ആയിരിക്കും വരിക. എഫ് എക്സ് 2 കിട്ടും. ആൻഡ് എഫ് വൈ 0 ആയിരിക്കും കിട്ടുക -x ആകുമ്പോൾ. ആൻഡ് എഫ് സെഡ് എന്ന് പറയുമ്പോൾ 3 കോസ് സെഡിൻ്റെ ഡെറിവേറ്റീവ് -3 സൈൻ സെഡ്. ദെൻ എഫ് എക്സ് വൈ -1 ആയിരിക്കും. എഫ് എക്സ് സെഡ് 0 ആയിരിക്കും. എഫ് വൈ സെഡ് 0 ആയിരിക്കും. സോ ഇവിടെ ഒരു അപ്പർ ബൗണ്ടായിട്ട് വരുന്ന മാക്സിമം വാല്യൂ എന്നത് എഫ് സെഡ് -3 സൈൻ സെഡ് ആയിരിക്കും. സൈൻ സെഡിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ അതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ മാക്സിമം വരുന്ന വാല്യൂ എന്ന് പറയുന്നത് -3 സൈൻ സെഡ്, മോഡ് -3 സൈൻ സെഡ് ആണ്. ഇറ്റ്സ് ഈക്വൽ ടു 3. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിവിടെ ഈ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഈ ലെസ് ദാൻ ഓർ ഈക്വൽ, നമ്മൾ നേരത്തെ പറഞ്ഞു മോഡ് എക്സ് - 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.1, മോഡ് y - 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.2, മോഡ് z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.01. അപ്പോൾ ആ വാല്യൂസ് കൂടി ഇവിടെ എക്സ് -2നും y നോട്ടിനും z നോട്ടിനും അപ്ലൈ ചെയ്തു. അപ്പോൾ 30 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 × 3, 0.01 പ്ലസ് 0.02 പ്ലസ് 0.01 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0.004 എന്ന് കിട്ടും. അപ്പോൾ എന്ത് പറയാം? എറർ വിൽ നോ ഗ്രേറ്റർ ദാൻ 0.0024. ഓക്കെ.